ഈ ഒരു അയൺ ബോക്സ്. അപ്പോൾ ഞാൻ ഈ അയൺ ബോക്സിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അതിനകത്ത് ചൂട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കൈ വലിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ചൂട് എൻ്റെ കയ്യിൽ ഉള്ള ന്യൂറോൺസ് വഴി നമ്മുടെ ബ്രെയിനിലേക്ക്, അതായത് നമ്മുടെ തലച്ചോറിലേക്ക് സിഗ്നൽസ് കൊടുക്കുകയാണ്. ആ സിഗ്നൽ പ്രകാരം നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നു മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മൾ ബ്രെയിൻ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, നമ്മൾ ആ കൈ വലിക്കുന്നു. അത് രണ്ടും ഒരു സെക്കൻഡ്സുകളുടെ ഗ്യാപ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ സിഗ്നലിങ് കറക്റ്റായിട്ട് നടക്കുന്നില്ല, കൃത്യമായിട്ട് നടക്കുന്നില്ല, ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നില്ല, ന്യൂറോൺസ് സിഗ്നലിംഗ് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൈ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും, കൈ വലിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും, കൈക്ക് അതിനനുസരിച്ചുള്ള ഡാമേജ് ഉണ്ടാവും, നമുക്ക് പൊള്ളലേക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ഇതുപോലെ തന്നെയാണ് ചെടികൾ. ഇപ്പോൾ നമ്മൾ ഈ ഏലച്ചെടി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടുകാലമാണ് ഈ വരുന്നത്. ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയ് മാസത്തേക്കാണ് മഴ തുടങ്ങുക. അപ്പോൾ ചൂടുകാലം നമ്മൾ നോക്കുമ്പോൾ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ചെടികളിലേക്ക് ഏറ്റവും കൂടുതൽ ആദ്യമേ വീഴുക എന്ന് പറയുന്നത് നമ്മുടെ ഈ മുകളിലുള്ള ഇലകളിലേക്കാണ്. അതായത് ചെടികളുടെ ഏത് ഭാഗത്ത്, ഇപ്പോൾ ചിമ്പുകളാണെങ്കിലും ശരമാണെങ്കിലും മറ്റേത് ഭാഗങ്ങൾ എടുത്ത് നോക്കിയാലും അതിനേക്കാൾ മുൻപ് തന്നെ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് പതിക്കുക എന്ന് പറഞ്ഞാൽ ചെടികളുടെ ഇലകളിലേക്കാണ്. അപ്പോൾ ഈ ഇലകളിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ എഫക്റ്റ് കൂടുന്തോറും, അതിൻ്റെ ശക്തി കൂടുന്തോറും ഈ ചെടികൾക്ക് ഈ സ്ട്രെസ്സിനെ മറികടന്ന് പോകാനായിട്ടുള്ള കഴിവുണ്ടാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരമാണെങ്കിലും ഒരു ചൂട് വന്ന് പതിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നല്ല ചൂടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ ചൂടിൻ്റെ എഫക്റ്റ് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ആ ചൂടിൽ നിന്ന് മാറുന്നത്. അല്ലെങ്കിൽ ഒരു തീക്കനൽ നമ്മൾ തൊടുമ്പോൾ അതിൽ നിന്ന് മാറുന്നത് വെച്ചാൽ നമുക്കൊരു സിഗ്നലിംഗ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ആ സിഗ്നൽ പ്രവർത്തിക്കുന്ന മൂലമാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പോയി നമ്മൾ ആ ചൂടിൽ നിന്ന് മാറുന്നത്, അല്ലെങ്കിൽ ആ കനലിൽ തൊടാതെ നമ്മൾ മാറുന്നത്. അതുപോലെ തന്നെയാണ് ഏലച്ചെടികളുടെ ഇലകളിലാണെങ്കിലും അത്തരത്തിലുള്ള ഒരു സിഗ്നലിംഗ് സിസ്റ്റം ഉണ്ട്. ആ സിഗ്നലിംഗ് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു ചൂട് കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വരൾച്ചാ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആ ചൂടിനെ കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ ആ ചൂടിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെടികളിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ ചെടികളിലെ സിഗ്നലിംഗ് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കണം. അതിന് കൃത്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോളിയാറായിട്ട് യാരാവിറ്റ സ്റ്റോപ്പിറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് കാൽസ്യം ആണ്. അതായത് റെസിജ്വൽ എഫക്റ്റുകൾ ഒന്നുമില്ലാത്ത രീതിയിൽ നൈട്രജൻ ഫ്രീ ആയിട്ട് വരുന്ന ഒരു കാൽസ്യമാണ്. അപ്പോൾ അത് നമുക്ക് ഫോളിയാറായിട്ട് കൊടുക്കുക. അതായത് ഓരോ മാസം കൂടുമ്പോഴും ഒരു 30 ദിവസത്തെ ഗ്യാപ്പിൽ 400 മില്ലി 200 ലിറ്റർ വെള്ളം എന്നുള്ള അളവിൽ ചെടികളിൽ ഫുള്ളായിട്ട് സ്പ്രേ കൊടുക്കുക. അത് നമ്മൾ സ്പ്രേ കൊടുക്കുമ്പോൾ ശരത്തിലും ചേർത്ത് കൊടുക്കുക. അതിന് കാരണം പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കാൽസ്യത്തിൻ്റെ മൂവ്മെൻറ്റ് പറയുമ്പോൾ മണ്ണിൽ നിന്ന് കാൽസ്യം ചെടികൾ വലിക്കുകയാണെങ്കിൽ പോലും അത് പോവുക ഇലകളിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. നേരെ മറിച്ച് ശരങ്ങളിലേക്കോ പൂവുകളിലേക്കോ കായകളിലേക്കോ ഈ പറഞ്ഞ പോലെ കാൽസ്യത്തിൻ്റെ മൂവ്മെൻറ്റ് വരത്തില്ല. കാൽസ്യത്തിന് എപ്പോഴും സിംഗിൾ പാത്വേ ആണ് വരുന്നത്. അതുമൂലം കാൽസ്യം ചിലപ്പോൾ ശരങ്ങളിലേക്ക് എത്തത്തില്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് പൊട്ടി വരുന്ന ശരങ്ങൾ, ഇപ്പോൾ വേനൽക്കാലത്ത് നീണ്ടുവരുന്ന ശരങ്ങളാണെങ്കിൽ ചിലപ്പോൾ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കാൽസ്യത്തിൻ്റെ മൂവ്മെൻറ്റ് സിംഗിൾ പാത്വേ ആയതിനാൽ തന്നെ നമ്മൾ ഈ ഒരു സമ്മർ ടൈമിൽ, അതായത് വേനൽക്കാലത്ത് ചൂട് കൂടുന്നൊരു സമയത്ത് നമുക്ക് കാൽസ്യം ഏറ്റവും എഫക്റ്റീവായിട്ട് ചെടികൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഫോളിയറായിട്ട് സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്യാരാവിറ്റ സ്റ്റോപ്പിറ്റ് എന്ന് പറയുന്നത് 400 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ നമ്മൾ ചെടികളിൽ ഫോളിയറായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ശരവും ഇലകളും എല്ലാം ചേർത്ത് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കാൽസ്യമാണ് ചെടികളുടെ ഉള്ളിലെ സിഗ്നലിംഗ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ കാൽസ്യം കൃത്യമായിട്ട് അതിനെ ഗൈഡ് ചെയ്യും. അതായത് ചൂട് കൂടുന്ന സമയത്ത് ആ ചൂട് കൂടുകയാണ്, അതുകൊണ്ട് തന്നെ ചെടികളുടെ ഇലകളിലുള്ള സ്റ്റൊമാറ്റൽ സുഷിരങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ന്യൂറോൺസ് എങ്ങനെ പ്രവർത്തിക്കുന്നു ആ രീതിയിൽ ചെടികളിൽ സ്റ്റോപ്പിറ്റ് ആക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ചൂട് കാലത്ത് കൺട്രോൾ കിട്ടാനും ആ ചൂടിൻ്റെ അതിൻ്റെ എഫക്റ്റ് കൂടുന്തോറും ചെടിക്ക് സിഗ്നൽ കൃത്യമായിട്ട് നൽകിക്കൊണ്ട് ചെടീനെ ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതായത് അതിന് കൂടുതൽ ഡാമേജുകൾ, അതായത് കോശങ്ങളോ അതിനകത്തുള്ള ടിഷ്യൂകളൊന്നും നശിച്ചു പോകാതെ ആ ഇലകളെ കൃത്യമായിട്ട് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് സ്റ്റോപ്പിറ്റ് കൃത്യമായിട്ട് നിർവഹിക്കും. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഇലകൾ ഹെൽത്തി ആയിട്ട് നിന്നാൽ, ഇതിനകത്തെ കോശങ്ങളും ടിഷ്യൂസും ഹെൽത്തി ആയിട്ട് നിന്നാൽ മാത്രമാണ് കൃത്യമായുള്ള രീതിയിൽ ചെടികളിൽ ഊർജ്ജോൽപാദനം നടക്കത്തുള്ളൂ. ആ ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമാണ് ചിമ്പുകളാണെങ്കിലും ശരമാണെങ്കിലും ഇലകളാണെങ്കിലും പുതിയതായിട്ട് രൂപപ്പെടുകയും അതിൻ്റെ വളർച്ച കൃത്യമായിട്ട് വരികയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങളുടെ സ്ട്രെങ്ത് കൂട്ടുക, ചെടികളുടെ സെൻസിറ്റിവിറ്റി കൂട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യാരാവിറ്റ സ്റ്റോപ്പിറ്റ് 400 മില്ലി 200 ലിറ്റർ വെള്ളം എന്നുള്ള അളവിൽ ഓരോ മാസം കൂടുമ്പോൾ ഈ ഒരു സമ്മർ ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റിസൾട്ട് വളരെയധികം വ്യത്യസ്തമായിരിക്കും. കാരണം കോശഭിത്തികൾ കുറച്ചും കൂടെ റിജിഡ് ആവും, നല്ല രീതിയിൽ കോശങ്ങൾ പാക്ഡ് ആയിട്ടിരിക്കും. പെട്ടെന്ന് സ്ട്രെസ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഡാമേജുകൾ പെട്ടെന്ന് ഉണ്ടാവത്തില്ല. ചെടികളുടെ ഇലകൾക്ക് കൃത്യമായുള്ള സിഗ്നലിംഗ് നടക്കും. കൂടുതലായിട്ടുള്ള വെള്ളത്തിൻ്റെ ലോസ് ചെടികളുടെ ഇലകളിലൂടെ വരാതെ ചെടിയെ ചൂട് കാലത്ത് പിടിച്ചു നിർത്താനായിട്ട് യാരാവിറ്റ സ്റ്റോപ്പിറ്റ് ഹെൽപ്പ് ചെയ്യും. The Crop Doc, professional agriculture consultation. Like, share and subscribe.